ഹായ്. അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കണ്ണട ചെറിയൊരു പണി ഇതേ ഇവിടെ കിട്ടിയിരുന്നു. അത് ഞാൻ സ്പെക്ടാക്കിൾ കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടച്ചിറയിലൊരു ഷോപ്പുണ്ട്. അത്യാവശ്യം നല്ല അറിയപ്പെടുന്നൊരു ഷോപ്പാണ്. ഞാൻ അവിടെ നിന്ന് തന്നെയാണ് ഈ കണ്ണട മേടിച്ചതും. അന്നേരം ഞാൻ അവിടെ തന്നെയാണ് ഇതിൻ്റെ സർവീസിന് എല്ലാത്തിനും പോകുന്നത്. ഞാൻ അവിടെ തന്നെ കൊണ്ട് കൊടുത്ത് അവരത് ശരിയാക്കി കിട്ടൂലെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് അവർ ശരിയാക്കി നല്ല നീറ്റാക്കി തന്നു. എനിവേ അവരോട് വലിയൊരു താങ്ക്സ്. കാരണം ഇതില്ലാതെ എനിക്ക് ഒരു കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നടക്കില്ല. കാരണം കണ്ണിന് ചെറിയൊരു പ്രോബ്ലം ഉള്ള ആളാണ്. അന്നേരം ഇതില്ലാതെ എനിക്ക് ടി വി കാണാനോ എഴുതാനോ വായിക്കാനോ ഒന്നിനും പറ്റില്ല. ഈവൻ ഒരു നല്ല രീതിയിൽ പുറത്തോട്ട് കാണാൻ പോലും പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരുന്നു കേട്ടോ. സത്യം പറയാം, ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു. കാരണം ഒരു അത്യാവശ്യം കുറച്ച് വിലയുള്ളൊരു കമ്പനിയുടെ ഫ്രെയിമാണ്. കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ എല്ലാം വർഷത്തിൽ എനിക്കൊരു 4-5 പ്രാവശ്യം ഇങ്ങനെ കണ്ണട മേടിക്കുമായിരുന്നു. അത് മേടിക്കാതിരിക്കാൻ വേണ്ടി തന്നെ മോനൂസ് ചെയ്തതാണ് ഈ ഫ്രെയിം നല്ലൊരു കമ്പനിയുടെ എടുക്കാൻ വേണ്ടിയിട്ട്. മറ്റേ ഇതെന്താ കുച്ചിയാ അല്ലേ മോനൂസേ? ഇതിൻ്റെ കുച്ചി എന്നല്ലേ കമ്പനിയുടെ പേര്? ഗുച്ചി. ഗുച്ചി എന്നാണ് ഈ ഫ്രെയിമിൻ്റെ കമ്പനിയുടെ പേര്. എന്നിട്ട് അതിൽ ഞാൻ എൻ്റെ പവർ ഗ്ലാസ്സാണ് വെച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു പണി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോനൂസ് എനിക്ക് ഇത് മേടിച്ച് തന്നെ കേട്ടോ. പക്ഷെ നല്ലതാണ്, നല്ല ഫ്രെയിമാണ്. എനിവേ ഇതെനിക്ക് ശരിയാക്കി തന്ന നമ്മുടെ ആ ഷോപ്പിൻ്റെ പേർക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, ഇത് ശരിയാക്കി കിട്ടുമില്ലെന്ന്. അങ്ങനെ ഞാനും മോനൂസും സിസ്റ്ററും കൂടെയാണ് ഇന്ന് പോയത് കാക്കനാട്. പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. വന്നപ്പോൾ തന്നെ എനിക്കിത് കിട്ടിയിട്ട് നിങ്ങളോട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി വന്ന് പുറത്ത് പോയ ഡ്രസ്സ് മാറി വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഓടി വന്ന് ഇങ്ങടുത്ത് ഞാൻ വന്ന് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാണ്, മഴയൊക്കെ കുറച്ചൊക്കെ നമ്മുടെ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. അന്നിട്ട് ഇപ്പോൾ നൈറ്റ് ഇഡലി ഇരിപ്പുണ്ട്, അത് കഴിക്കണം. പിന്നെ ഇച്ചിരി ചോറും കൂടെ കഴിക്കണം. ചോറ് കുറച്ചുണ്ട്. അന്നേരം മോനൂസ് എനിക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കി തരികയാണ്. അന്നേരം അതും കൂടെ കൂട്ടി കഴിച്ച് ചോറ് കഴിക്കണം. പിന്നെ പുതിയ സിനിമ വന്നോടെ. പിന്നെ ഞാൻ ഇന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ തുടരും കണ്ടു കേട്ടോ. കാരണം അടിപൊളി മൂവിയാണ്. കാരണം അത് എനിക്ക് തിയേറ്ററിൽ പോകാൻ പറ്റിയില്ല. കാരണം ഞാൻ അന്ന് ആ വീട് ഷിഫ്റ്റിങ്ങിൻ്റെയും പിന്നെ എനിക്ക് സുഖമില്ലാതിരുന്ന സമയത്താണ് ഇത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ മഴയും ആയിരുന്നു. മഴ സമയത്ത് മോനൂസ് പൊതുവേ എന്നെ തിയേറ്ററിൽ കൊണ്ടുപോകാറില്ല. മഴ കഴിഞ്ഞാൽ പനി പിടിക്കുമെന്ന് വെച്ച് കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് എനിക്ക് തുടരും തിയേറ്ററിൽ പോയി കാണാം. പക്ഷേ OTTയിൽ വന്നു, ഞാൻ കണ്ടു. മൂവി അടിപൊളിയാണ്. പക്ഷേ എനിക്ക് എടുത്തു പറയാൻ അതിലെ വില്ലനെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. വില്ലൻ സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്താ പറയുക, ഒരു തങ്ങി നിൽക്കുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ് പുള്ളിയുടേത്. അതിലോരോ ക്യാരക്ടറും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടത് വില്ലൻ്റെ തന്നെയാണ്. പിന്നെ അതുപോലെയാണ് പഴയ ഒരു നടൻ്റെ എന്താ പുള്ളിയുടെ പേര് ഞാനങ്ങ് പപ്പു, കുതിരവട്ടം പപ്പു, ആ പുള്ളിയുടെ മകനും അതിൽ നല്ല രീതിയിൽ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയാൻ നമ്മൾ ആരുമല്ല. അത് എന്താ പറയുക, അതിനെക്കുറിച്ച് പറയാൻ നമ്മളൊന്നുമല്ല. പക്ഷെ നമ്മൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും പറയാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് പറയാണ്, മോഹൻലാലൊക്കെ നമ്മളാ പുള്ളിയുടെ നമ്മുടെ അഭിപ്രായമൊന്നും പുള്ളിക്ക് ആവശ്യമില്ല. പക്ഷേ ഇതിലെ വില്ലൻ സൂപ്പറാണ്. അതുപോലെ ഇതിലോരോ ക്യാരക്ടറും എനിക്ക് പിന്നെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും കൂടെ കോംബോ കണ്ടു. ഭയങ്കര സന്തോഷം. കാരണം അവർ എനിക്കെന്നും ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് ശോഭന. പുള്ളിക്കാരുടെ ഡാൻസ് ആയാലും എല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ആ പുള്ളിക്കാരി ഈ സിനിമയിൽ നിന്ന് അങ്ങോട്ട് വിട്ടുതന്ന ഫീലിംഗ് ഇല്ല. അതുപോലെ മിക്ക പുള്ളിക്കാരുടെ ഡാൻസ് ഞാൻ ഓൺലൈനിൽ കാണുന്നുണ്ടായിരുന്നു. അന്നേരം എനിക്കിഷ്ടമാണ്. പിന്നെ അതിൽ മകനായിട്ട് അഭിനയിച്ച പയ്യൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മകളായിട്ട് അഭിനയിച്ച കുട്ടിയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിലോരോ ക്യാരക്ടറും എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ച് ചെയ്തതാണ്. ഇതൊരു സിനിമ റിവ്യൂ ആയിട്ടല്ല പറഞ്ഞത്. ഞാൻ കാണുന്ന സിനിമ എന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. വേറൊന്നും വിചാരിക്കരുത്. എൻ്റെ മനസ്സിൽ എന്താ പറയുക, ഒരു വിഷമവും വന്നു. കാരണം ആ കുഞ്ഞു മകളോട് ആ ഒരു വില്ലൻ സംസാരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. അതേതമ്മമാർക്കും വിഷമം വരും. ആ ഫീലിങ്സാണ്. അത് ആ ക്യാരക്ടർ വിജയിച്ചു എന്നുള്ളൊരു രീതിയാണ് നമുക്ക് അത്രയും ഫീൽ വരുന്നത്. പുള്ളി നല്ല രീതിയിൽ അഭിനയിച്ചതിൽ ഭയങ്കര കണ്ടതിലും എനിക്ക് ആ ഒരു സിനിമ നല്ല തൃപ്തിയായിട്ട് ഞാൻ കണ്ടു കേട്ടോ. പിന്നെ എന്താ പറയുക, എൻ്റെ കണ്ണട കിട്ടിയതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. പിന്നെ അടുത്തൊരു ഫിലിം ഇതേപ്പോൾ കാണാൻ വേണ്ടി പോവുകയാണ്. അത് കുറേ കാലമായിട്ട് കാണുമെന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ്.
നമ്മുടെ കുട്ടിയുടെ പേര് നിമിഷ എന്നല്ലേ മോനെ, രജിഷയുടെ ഒരു മൂവി കുറേ കാലം കൊണ്ട് കാണുമെന്ന് വിചാരിക്കുന്ന പടമാണ്. എന്നിട്ട് അതിന്ന് കാണണം. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ മോനസ് പുകച്ചു തള്ളുന്നു. അന്നേരം ഇത് ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, സമാധാനമായിട്ടിരിക്കും. കാരണം ഇന്ന് വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം അമ്മയെടുത്ത് പോയി ഞാൻ സിസ്റ്റർക്ക് മുടിക്ക് കളറൊക്കെ അടിച്ച് തന്നു. കാരണം നമുക്ക് ഏജായി വരുമല്ലോ, അതിന് കുറേ കുഞ്ഞു നരകളൊക്കെ ഉണ്ട്. എന്നിട്ട് അതൊക്കെ മാറണമെങ്കിൽ നമ്മൾ കളറൊക്കെ അടിച്ചാലല്ലേ പിടിച്ച് നിൽക്കാൻ പറ്റൂ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് കളറൊക്കെ ചെയ്ത് തന്ന്. ഏജായി വരുമ്പോൾ നരയും വരും. അന്നേരമാണ് ഞാൻ ചെന്ന് ഈ കണ്ണട വെച്ച ആ സോഫയിലിരിക്കുന്ന കാര്യം ഓർക്കാതെ ചെന്ന് അതിൻ്റെ പുറത്ത് കയറിയിരുന്നത്. അന്നേരം മുതൽ ടെൻഷനായിരുന്നു. പിന്നെ പൂർണ്ണത്രേശ്യൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച്, മാതാവിനെ വരെ വിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കണ്ണട എത്രയും പെട്ടെന്ന് ശരിയാക്കി കിട്ടണേ. കാരണം ഈ കണ്ണട ഉടഞ്ഞു പോയാൽ മോനൂസ് തന്നെ ശരിയാക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്തായാലും എൻ്റെ കണ്ണട തിരിച്ച് കിട്ടി. പിന്നെ ഈ കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അത് ഞാൻ പതിയെ ഓരോന്നോരോന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും ആഹാരം കഴിക്കുക. പിന്നെ ഇന്ന് വീക്കെൻഡാണ്, എല്ലാവരും പുറത്ത് പോകുന്നതൊക്കെ എനിക്കറിയാം. ഞാൻ എങ്ങോട്ടും പോകാറില്ല കേട്ടോ, അതേ വീട്ടിൽ തന്നെയാണ്. ഇപ്പം നേരെ ഷോപ്പിൽ നിന്ന് അവിടെ പോയി കാക്കനാട് പോയി കണ്ണട ശരിയാക്കി നേരെ അവിടുന്ന് സിസ്റ്ററെ വീടിൻ്റെ അടുത്ത് ഇറക്കി ഞങ്ങൾ നേരെ ഇഞ്ഞു പോയിരുന്നു. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാൻ ഈ താമസിക്കുന്ന വീടെന്ന് വെച്ചാൽ അത്ര ചെറിയ വീടൊന്നും അല്ല, ഇത് വലിയൊരു ഫ്ലാറ്റാണ്. ഇത് എനിക്കും മോനൂസിനും ഇത് ഓക്കെയാണ്. അല്ലാതെ ഇത് കുഞ്ഞു ഗുഹയോ അങ്ങനെയൊന്നുമല്ല. കാരണം ഇത് ഞാൻ പറയാൻ കാരണം അതിനൊരു കാരണമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് എൻ്റെ അടുത്ത് ഒരാളടുത്ത് പറഞ്ഞ വാക്കാണ്, ഞാനിതൊരു കുഞ്ഞു വീട്ടിൽ താമസിക്കുന്ന മാതിരി ഫീല് ഓരോരുത്തർക്കുണ്ടെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഏതൊരു വീട്ടിൽ താമസിച്ചതിനെക്കാട്ടിയും ഏറ്റവും ഹാപ്പിനെസ് ഈ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്കുണ്ട്. ഒരു ചെറിയ ഫ്ലാറ്റാണ്, എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫ്ലാറ്റാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് മതി ഇവിടെ എല്ലാം എൻ്റെ കൺവെട്ടത്തെല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാരണം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ വൺ ബെഡ്റൂം ഹോൾ ഫ്ലാറ്റാണ്. എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് എൻ്റെ ഈ കുഞ്ഞ് മോനൂസിനും എനിക്കും ഇത് ധാരാളമാണ്. അതുകൊണ്ട് അതോർത്ത് ഇത് ആരും വിഷമിക്കേണ്ട. ഇത് പറഞ്ഞ ആൾക്കാർക്ക് ഇത് കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അവരതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ ഹാപ്പിയാണ്. ഇത് കുടിസോ അല്ലെങ്കിൽ ഇതോ ഞാൻ അറിയപ്പെടുന്ന നല്ലൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇവിടെ വേളിമാണിയുണ്ട്, അതുപോലെ പല സെലിബ്രിറ്റീസും താമസിക്കുന്ന വലിയൊരു കൊച്ചിയിൽ അറിയപ്പെടുന്ന ഒരു ഫ്ലാറ്റിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഇതെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടല്ല പറയുന്നത്, ഇത് എൻ്റെ സ്ഥിരം എൻ്റെ ഒരു വീഡിയോ കാണുന്ന എനിക്ക് ഏറ്റവും അടുത്ത ഒരാളുണ്ട്. ആ വ്യക്തി ഒരാളോട് പറഞ്ഞ കാര്യത്തിനുള്ള മറുപടിയും കൂടെയാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ആരാന്ന് നിങ്ങൾക്കറിയാം, അത് ആരായിരിക്കും പറഞ്ഞിരിക്കുന്നതെന്ന്. ആ വ്യക്തിക്കുള്ള മറുപടിയാണ് ഞാൻ ഇതിൽ കൊടുത്തത്. നേരിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ തമ്മിൽ കുറച്ച് ദൂരമാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടെ മറുപടി കൊടുക്കുന്നത്. ഞാൻ ഇന്ന് അറിഞ്ഞ സംഭവമാണ്, അതുകൊണ്ട് ഇതിൽ കൂടെ ഞാൻ മറുപടി കൊടുക്കുന്നതേ ഉള്ളൂ. ഞാൻ ആൾക്കാർ എൻ്റെ അടുത്തുനിന്ന് പോയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടോ ഒന്നുമല്ല. ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചതിനെക്കാട്ടി ഞാൻ ഹാപ്പി ആയിട്ടാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നതും. എന്നെ പൊന്നു പോലെ ഒരു അമ്മയെ പോലെ എൻ്റെ മോനൂസ് എന്നെ നോക്കുന്നുണ്ട്. എനിക്കതിൽ യാതൊരു കുറവും ഈ നിമിഷം വരെ എൻ്റെ ഈ വീട്ടിലില്ല. ഞാൻ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടെ തന്നെയാണ് ഈ ഫ്ലാറ്റിൽ ഞാൻ ജീവിക്കുന്നത്. അതും ഞാൻ 24ാമത്തെ നിലയിലാണ് ജീവിക്കുന്നത്. ഞാൻ ഒരിക്കലും എന്താ പറയുക, ഒരു ഇതുപോലെയുള്ള ഫ്ലാറ്റിലല്ല. നല്ല രീതിയിൽ നല്ല ആൾക്കാരും നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഫ്ലാറ്റിലാണ് ഞാൻ ഇന്ന് താമസിക്കുന്നത്. ചില ആൾക്കാരുടെ ഉദ്ദേശം അങ്ങനെയാണ്, പക്ഷെ അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട. ഞാൻ സന്തോഷവതിയാണ്. ഞാൻ സന്തോഷമാണ് എൻ്റെ മനസ്സിൽ. എനിക്ക് മകൻ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. മനസ്സിലായോ? അത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഒരിക്കലും വിചാരിക്കരുത്. കാരണം എന്നെ അത്ര വേദനിപ്പിച്ച ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടെ അത് മറുപടി കൊടുക്കുന്നത്. ഈ വീഡിയോ കാണുന്ന വ്യക്തിക്ക് അത് മനസ്സിലാകും ഞാനിത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരെക്കുറിച്ച് തിരക്കാനോ സംസാരിക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല. അതുപോലെ എന്നെക്കുറിച്ചും എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരോടത്തും ദൈവത്തെ ഓർത്ത് എന്നെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. ഞാൻ അവർക്കൊരു ഉപദ്രവം ചെയ്യാറുമില്ല. അവർ പോയ വഴി ഞാൻ പോകാറുമില്ല. അതുകൊണ്ട് എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ അമ്മയടുത്തായാലും എൻ്റെ സിസ്റ്റർ അടുത്തായാലും എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാനത് അറിയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഫീലിങ്സ് വേറെയാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് പറയാറുമില്ല, തിരക്കാറുമില്ല.
അതുകൊണ്ട് നിങ്ങളും അതുപോലെ ചെയ്യുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കും, സമാധാനത്തോടെ ഇരിക്കും. ഓക്കെ, ബൈ, ടാറ്റ.